ഏറ്റവും സ്നേഹമുള്ള KCNS അംഗങ്ങളെ, KCNSന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഇടക്കാല വിധിയനുസരിച്ച് കൊട്ടോടി സെൻറ് ആൻസ് പള്ളി ഇടവകയിൽപ്പെട്ട ജസ്റ്റിൻ ജോണും കൊട്ടോടി സെൻറ് സേവിയേഴ്സ് പള്ളി ഇടവ അംഗമായ വിജിമോളും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തുന്നതിന് വിജിമോളുടെ ഇടവകയായ സെൻറ് സേവിയേഴ്സ് പള്ളി വികാരിക്ക് ജസ്റ്റിൻ്റെ അപേക്ഷ അനുസരിച്ച് ഇടവക മാറാതെ തന്നെ ഏക്കുറി ലഭിക്കുകയും അതനുസരിച്ച് സെൻറ് സേവിയേഴ്സ് പള്ളിയിൽ വെച്ച് മനസ്സമ്മതം നടത്തുകയും ആയതിൻ്റെ സർട്ടിഫിക്കറ്റ് സെൻറ് ആൻസ് പള്ളി വികാരിക്ക് കൈമാറുകയും ചെയ്തു. തുടർന്ന് സാധാരണ നടത്താറുള്ള വിവാഹ പരസ്യം സെൻറ് ആൻസ് പള്ളിയുടെ പരസ്യ ബോർഡിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവരുടെ വിവാഹം ജസ്റ്റിൻ്റെ ഇടവകയിൽ വെച്ച് നടത്തിത്തരികയോ സെൻറ് സേവിയേഴ്സ് പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് ആവശ്യമായ കുറിയോ NOCയോ ആവശ്യപ്പെട്ടിട്ടും തരാതിരിക്കുകയും ചെയ്തതിനാൽ അവരുടെ വിവാഹം നടക്കാതിരിക്കുകയും ഭീമമായ നഷ്ടവും അപമാനവും ഉണ്ടായിട്ടുള്ള വിവരം എല്ലാവർക്കും അറിയാമല്ലോ. തുടർന്ന് അവരുടെ ജീവിതം സുരക്ഷിതമാകുന്നതിന് രാജ്യത്തെ നിയമം അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുകയും കോടതി വിധി ലംഘിച്ചതിനും മതാചാരപ്രകാരം പള്ളിയിൽ വെച്ച് വിവാഹ കൂദാശ ലഭിക്കുന്നതിനും ആയിട്ട് ജസ്റ്റിൻ കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഈ കേസ് എടുക്കുവാൻ പല കാരണങ്ങളാൽ ഒഴിവായത് 7 ജഡ്ജിമാരാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അബ്ദുൽ ഹക്കീം കേസ് എടുക്കുമെന്നായപ്പോൾ യാതൊരു നിവൃത്തിയില്ലാതെ NOC കോടതിയിൽ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട കോടതി കേസ് തീർപ്പാക്കുകയും ചെയ്തു. കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന NOCയിൽ ജസ്റ്റിൻ ജോൺ കോട്ടയം രൂപതയിലെ സെൻറ് ആൻസ് പള്ളി ഇടവക അംഗമാണെന്നും തലശ്ശേരി രൂപതയിലെ സെൻറ് സേവിയേഴ്സ് പള്ളി ഇടവക അംഗമായ ബിജിമോൾ ഷാജിയും ജസ്റ്റിനുമായിട്ടുള്ള വിവാഹം നടത്തുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നും കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് സെൻറ് ആൻസ് പള്ളി വികാരി വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ഇനി ഈ വിവാഹം നടത്തി തരേണ്ടത് ജസ്റ്റിൻ്റെ ഇടവകയിലാണ്. ഏതെങ്കിലും കാരണവശാൽ സെൻറ് ആൻസ് പള്ളി വികാരിക്ക് ജസ്റ്റിൻ്റെ ഇടവകയിൽ വെച്ച് ഈ വിവാഹം നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിജിമോളുടെ ഇടവകയായ സെൻറ് സേവിയേഴ്സ് പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് ആവശ്യമായ കുറി ആ പള്ളിയിലെ വികാരിക്ക് കൊടുക്കേണ്ടത് അദ്ദേഹമാണ്. അല്ലെങ്കിൽ വീണ്ടും കോടതി ലക്ഷ്യമാകും എന്നതിന് യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. നിർത്തട്ടെ. പ്രസിഡന്റ് KCNS.